ഹായ് ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നലെ വിക്രമിൻ്റെ വീടായിരുന്നു ലാസ്റ്റിൽ കാണിച്ചിരുന്നത്. വിക്രം മലയ്ക്കൊക്കെ പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ എല്ലാവരും അടുക്കളയിൽ സന്തോഷത്തോടെയൊക്കെ നിൽക്കുമ്പോൾ വിക്രം ഇങ്ങനെ വരുന്നതായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിക്രമിൻ്റെ അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ സുധാകരൻ മാഷ് കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ മോൻ അവിടെയൊക്കെ വന്നിരിക്കുന്നത് കാണുമ്പോൾ പുള്ളിയുടെ മനസ്സിൽ ഒത്തിരി സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സുധാകരൻ മാഷിനൊരു ഫോൺ വരികയാണ്. അപ്പോൾ ഫോൺ വന്ന് നമ്മുടെ വിക്രം മറ്റേ യൂണിയനിലൊക്കെ നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റു കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഫോണിലൂടെ ആൾ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്തോ വിക്രമിനെ സംബന്ധിക്കുന്ന കേസാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫോൺ വെച്ചതിന് ശേഷം നമ്മുടെ കമല അങ്ങോട്ട് വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മാഷെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല കമലേ, പിന്നെ ഒരിക്കലും ഇവൻ നന്നാവുന്ന ഒരു ലക്ഷണമില്ല. ഇവൻ യൂണിയനിലൊക്കെ പോയി ഓരോ അടിയും പിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുള്ള ഇരിപ്പൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾ കാണുന്നതൊന്നും പൂക്കുന്ന രസമൊന്നുമില്ല, എല്ലാം വെറുതെയാണ്, നമുക്ക് എന്നും വിധി വേദനിക്കാൻ തന്നെയാണ് എന്നിങ്ങനെ കമലയോട് പറയുന്നുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് നല്ല വേദനയോട് കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. കമലയ്ക്കും വിഷമമാവുന്നുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ വേദയുടെ അടുക്കിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, കുട്ടി മോളെ, നീ ഈ കാണിക്കുന്നതൊന്നും ഫലം കാണുന്നില്ല, ലക്ഷണമൊന്നുമില്ല മോളെ, ഇതെല്ലാം വെറുതെയാണ്. ഇവൻ നമ്മളെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നൊക്കെ കാണിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഞാൻ മാല ഇട്ടതിന് ശേഷം അതിനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല, പിന്നെ ഇത് ഞാൻ എൻ്റെ ജോലിയുടെ ഒരു ഭാഗമായി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും സുധാകരൻ മാഷിന് നല്ല രീതിയിൽ ദേഷ്യം വന്ന്, നീ ഒരിക്കലും ശരിയാവില്ല, നന്നാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ കയറി റൂമൊക്കെ കതവൊക്കെ അങ്ങ് വലിച്ചടയ്ക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ വിക്രത്തിന് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ വിക്രമും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിൽ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജഡ്ജി സാറ് അങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പത്മ അങ്ങോട്ട് വന്നിട്ട്, എന്താ കമ്പനിയുടെ കേസൊക്കെ പ്രശ്നമാവുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്, ചന്ദ്രശേഖരനുമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അവനെ താക്കീത് ചെയ്തതാണ്. കമ്പനി തുടങ്ങി നാളെ ഇതുവരെ ആയിട്ട് പോലും അവൻ ജീവനക്കാർക്ക് ആവശ്യമുള്ള ഒരു ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, പിന്നെ എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എത്രയായിരുന്നാലും മോനായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ജഡ്ജിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പത്മ പറയുന്നുണ്ട്, ഞാൻ വേദയെ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ കേസിൽ നിന്ന്, ഈ യൂണിയനിൽ നിന്ന് പിന്മാറാനോ, സമരം അവസാനിപ്പിക്കാൻ പറയാനാണോ എന്ന് ചോദിക്കുക. അതൊന്നുമല്ല, ഞാൻ വിളിച്ചപ്പോൾ വേദ പറഞ്ഞു നമ്മുടെ വിക്രം മാല ഇട്ടിരിക്കുകയാണ് ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ജഡ്ജിയുടെ മുഖത്ത് അറിയാതെ ഒരു സന്തോഷം വരുന്നുണ്ട്. പക്ഷെ മനസ്സിൽ ഒതുക്കി അത് വെക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം പത്മയോടൊപ്പം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പത്മ ഇനി എന്താണ് അല്ലെങ്കിൽ ഏത് അവസ്ഥയാണ് എന്നുള്ള രീതിയിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത രംഗം കാണിക്കുന്നത് നമ്മുടെ വേദ വീട്ടിൽ നിന്ന് ഇങ്ങനെ കോടതിയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് നന്ദിനി ഓടി അങ്ങോട്ട് വരികയാണ്. നന്ദിനി പെട്ടെന്ന് വേദയെ കണ്ടതും ആകെ അങ്ങ് പകച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, എന്താ വേദ നീ ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ, നീ രാവിലെ പോയതാണല്ലോ. അതെ, ഞാൻ രാവിലെ പോയതാണ് നന്ദിനി ഏട്ടത്തി, പക്ഷേ ഒരു ഫയൽ എടുക്കാൻ മറന്നുപോയി, അതെടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നത്. എന്നിട്ട് ഫയൽ എടുത്തോ? പിന്നെ ഫയൽ എടുത്തു. എന്നിട്ട് വേദ ഇങ്ങനെ ബാഗിൽ കാണിക്കുക, അതേ ഇരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തോ ഒരു ചെറിയ ഒരു കള്ളത്തരം വേദയ്ക്ക് നന്ദിനിയിൽ തോന്നുകയാണ്. എന്തോ നന്ദിനി ഏട്ടത്തി ചെയ്യുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ നമ്മുടെ വേദ നേരെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം, എന്താ കയ്യിലിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്തോ ഒരു തരം എണ്ണയുടെ പേര് പറയുകയാണ്. എന്തിനാ ആ എണ്ണ? അത് ഭയങ്കര താരൻ തലയിൽ, ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, എന്തായാലും ഒന്ന് തേച്ച് നോക്കാം. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരി എന്നാൽ നടക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എന്തിനാ വേദ എന്നെ എപ്പോഴും ഇങ്ങനെ സംശയിക്കുന്നത്, പിന്നെ നന്ദിനിയുടെ അല്ല വേദയുടെ ഒരു ഏട്ടത്തിയല്ലേ ഞാനും, എന്നെ ഇങ്ങനെയൊക്കെ സംശയിക്കാവോ എന്നൊക്കെ ഇങ്ങനെ വേദയോട് ചോദിക്കണം. അപ്പോൾ വേദ തലവിളിക്കും, ശരി ശരി
എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പതുക്കെ പോകണം. അപ്പോൾ നന്ദിനി ഈ ഇത് കയ്യിൽ ഇങ്ങനെ പിറകെ തന്നെ പിടിച്ചിരിക്കുകയാണ്. അത് ഫ്രണ്ടിലോട്ടൊന്നും എടുക്കുന്നില്ല. എന്നിട്ട് വേദ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങണം. ഈ സമയം നന്ദിനി അകത്തോട്ട് കയറി നേരെ അടുക്കളയിൽ ചെന്ന് ഒരു കപ്പ എടുത്ത് അത് നിറച്ച് വെള്ളവും എടുത്ത് ഈ കവറുമായിട്ട് നേരെ മുറിയിലേക്ക് പോവുകയാണ്. എന്തോ കഴിക്കാനുള്ള സാധനമാണ്. അങ്ങനെ അകത്ത് കയറി റൂമൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം കട്ടിലിൽ പോയിരുന്ന് പതിയെ ഇതിനെ എടുത്ത് തുറക്കുകയാണ്. അപ്പോൾ അതൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു. പ്ലേറ്റൊക്കെ തുറന്ന് ചിക്കനൊക്കെ എടുത്ത് നല്ലതായിട്ട് മണപ്പിച്ച് അങ്ങനെയൊക്കെ ആസ്വദിച്ച് കഴിക്കാനുള്ള ശ്രമമാണ്. ഈ സമയം നമ്മുടെ വേദയുടെ മനസ്സിൽ തോന്നുകയാണ്, എന്തോ കള്ളത്തരമുണ്ടോ, ഒന്ന് പോയി നോക്കിയാലോ എന്താണെന്ന് അറിയാമല്ലോ എന്നൊക്കെ നമ്മുടെ വേദയും മനസ്സിലാക്കി പതിയെ നന്ദിനിയുടെ റൂമിൻ്റെ പിറകുവശത്തുള്ള ജനലിൽ കൂടെ പോയി പതുക്കെ ആ കർട്ടൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയപ്പോൾ ചിക്കൻ കാലൊക്കെ എടുത്ത് മണപ്പിച്ച് നന്നായിട്ട് ആസ്വദിച്ച് കടിച്ചങ്ങനെ വലിക്കുകയാണ്. ഓഹോ, അപ്പോൾ ഇതായിരുന്നല്ലേ പരിപാടി, ശരിയാക്കി തരാം കേട്ടോ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ പതിയെ വീട്ടിനകത്തേക്ക് കയറുകയാണ്. അടുക്കളയിൽ ചെല്ലുമ്പോൾ കമല അവിടെ നിൽക്കുകയാണ്. അമ്മേ എന്ന് വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ എന്താ മോളെ നീ പോയില്ലേ ഇതുവരെ? ഞാൻ വാ അമ്മ ഇനി വന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? അതൊക്കെ ഉണ്ട്, വാ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് പതിയെ നമ്മുടെ കമലയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ പോയിട്ട് നന്ദിനിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യം ചെയ്യും, നന്ദിനിയേട്ടത്തെ വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമലയ്ക്ക് മനസ്സിലായി എന്തോ തരികിട പരിപാടി ഇവൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വേദ പറഞ്ഞതനുസരിച്ച് കമല വിളിക്കുകയാണ്, നന്ദിനി. പെട്ടെന്ന് ഈ ചിക്കൻ കാല് കടിച്ച് വലിച്ചുകൊണ്ടിരുന്ന നന്ദിനി പെട്ടെന്ന് പേടിക്കുന്നു. അയ്യോ അമ്മയോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓ എന്താ അമ്മേ, അത് നീ ഇനി വന്നേ എന്ന് പറയുക. ഞാൻ അതാ വരുന്നേ എന്നിങ്ങനെ പറയണം. എന്നിട്ട് നന്ദിനി പെട്ടെന്ന് ഈ ബിരിയാണിയുടെ ഈ പാത്രം ഒളിക്കാനുള്ള ശ്രമമാണ്. പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ കാലിനെ പതുക്കെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് പൊതിഞ്ഞ് ടേബിളിൻ്റെ ഏറ്റവും അടിയിലത്തെ ഡ്രോയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ചാടിയിരിക്കണം. അപ്പോൾ ഈ ചിക്കൻ കാല് കളയാനും പറ്റും. ഈ ചിക്കൻ കാലിനെ ആ സാരിയുടെ മുന്താണിയിൽ തന്നെ പൊതിഞ്ഞ് അങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ചെന്ന് കതവ് തുറക്കുകയാണ്. കതവ് തുറക്കുമ്പോൾ നീ അവിടെ എന്തെടുക്കുമായിരുന്നു? ഒന്നും ചെയ്യുന്നില്ല. എന്താ അമ്മേ? അല്ല, നീ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഞാൻ ഒന്നും കഴിച്ചില്ലല്ലോ, എന്ത് പറ്റിയമ്മേ? അപ്പോൾ ഉടനെ വേദപ്പെടുന്ന ഒരു കോഴീൻ്റെ മണം. അത് ഇവിടെ കൂടെ എങ്കിലും ഒരു കോഴി ഓടിയതായിരിക്കും. അല്ല, ഇത് കറി വെച്ച കോഴിയുടെ മണം ആണല്ലോ എന്നിങ്ങനെ വേദ പറയുകയാണ്. പറഞ്ഞു കറി വെച്ച കോഴിയേ, അങ്ങനെയൊന്നും വരാനൊന്നും വഴിയില്ല. നീ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അകത്ത് എന്ന് വീണ്ടും നമ്മുടെ കമല ചോദിക്കണം. ഞാൻ ഒന്നും കഴിച്ചില്ല അമ്മേ. എന്നാൽ മുറിയൊന്ന് പരിശോധിക്കുക. അപ്പോൾ ഉടനെ വേദ നന്ദിനി പറഞ്ഞു, എന്തിന് മുറിയൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. അതെന്താ മുറി ഒന്ന് പരിശോധിക്കട്ടെ, നീ ഇവിടെ നിൽക്കുക, വേദ പോയി മുറി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ പോയി നോക്കിക്കോ, പക്ഷേ ഒരു കാര്യം, നോക്കിയിട്ട് എന്തെങ്കിലും കണ്ടെത്തി കൊണ്ടുവരണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അകത്ത് കയറി കട്ടിലിൻ്റെ അടിയിലും പിന്നെ തലയിണയുടെ ഇടയിലും അലമാര തുറന്ന് അവിടെയും ടേബിളിലും ഒക്കെ നോക്കണം. ഒന്നുമില്ല. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഇത് എവിടെ കൊണ്ടൊന്ന് ഒളിച്ച് വെച്ചു എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ഓരോ സ്ഥലവും കറങ്ങിയൊക്കെ നോക്കിയിട്ട് കിട്ടില്ല. അവസാനം കട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓരോ ഡ്രോ ആയിട്ട് തുറക്കുകയാണ്. അപ്പോഴേ നന്ദിനി പിടിക്കപ്പെട്ടു, അയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിയെ ഡ്രോ തുറന്ന് ലാസ്റ്റത്തെ ഡ്രോയിൽ ബിരിയാണി പാത്രം ഇരിക്കുന്നു. പതുക്കെ ആ ബിരിയാണി ഇങ്ങനെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. ഇതെന്താണ്? നന്ദിനിയുടെ ഫുൾ പിടിയും വിട്ട് നന്ദിനി അയ്യോ എല്ലാം പോയി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഓഹോ, അപ്പോൾ ഇവിടെ നീ ചിക്കൻ ബിരിയാണി കഴിക്കുകയായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ നിനക്ക് എന്നാലും ഇത്ര ദിവസത്തെ ഒരു സമയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ നന്ദിനി, അതുവരെയെങ്കിലും നിനക്കൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ? ഇത്രയ്ക്ക് നിനക്കിതായി പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേദ പറഞ്ഞു, എന്തായാലും ഇതിവിടെ സമ്മതിക്കത്തില്ലമ്മേ, ഇതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ കമലയും പറയാതെ ഇതിന് ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ, നീ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ ഉപവാസം ആവട്ടെ എന്ന് പറയുന്നുണ്ട്. ഉപവാസമോ? അതെന്ന് വെച്ചാൽ അല്ല, ഉണ്ണാവൃതം ആവട്ടെ എന്ന് പറയുന്നുണ്ട്. ഉണ്ണാവൃതം, അതെ, ഇപ്പം കഴിച്ചല്ലോ, ഇതിന് ശിക്ഷ ഇന്നും നാളെ ഒന്നും കഴിക്കാൻ പാടില്ല, മറ്റന്നാൾ മാത്രമേ ഇനി വെള്ളം പോലും കുടിക്കാൻ പാടുള്ളൂ. അതാണ് നന്ദിനിയുടെക്ക് തന്ന ശിക്ഷ. അയ്യപ്പനെ മനസ്സിൽ കരുതി ജപിച്ചിരിക്കണം, അതായിരിക്കും ശിക്ഷ എന്നിങ്ങനെ പറയുകയാണ്. ഈ ശിക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ ഇനി ഉപവാസമായിരിക്കും ഫുള്ള് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നന്ദിനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം വേദ കമലയെ നോക്കി പതിയെ ചിരിച്ചിട്ട് ഞാൻ പോകുന്നമ്മേ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉടനെ നന്ദിനി കൈ നീട്ടി ഈ ബിരിയാണി ഇനി വാങ്ങിക്കാൻ വേണ്ടി നോക്കുകയാണ് അമ്മയുടെ നിന്ന്. അപ്പോൾ കമല ഒന്ന് കണ്ണുരുട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. നിനക്ക് കിട്ടിയ ശിക്ഷ അർഹതപ്പെട്ടതിന്, ഇത് നീ അനുഭവിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് കമലയും അവൾ അറിയാതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു. എന്തായിരുന്നാലും നന്ദിനിക്കൊരു മുട്ടൻ പണി തന്നെ കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ അതുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ അവരെല്ലാം അങ്ങ് പോയി. അപ്പോൾ നോക്കിയപ്പോൾ ഈ ചിക്കനിൽ കുറച്ച് ചിക്കൻ കാലിൽ കുറച്ച് പീസൊക്കെ ഇരിക്കണം, അതൊന്നും കൂടെ കഴിച്ചാലൊന്നും പറഞ്ഞിങ്ങനെ വെക്കണം. അയ്യോ വേണ്ട അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞിട്ട് അതങ്ങ് തീരുകയാണ്. അത് കഴിഞ്ഞ് ആ രംഗമെല്ലാം തീർന്നതിന് ശേഷം പിന്നെ നമ്മുടെ കാണിക്കുന്നത് നമ്മുടെ കമല അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇറങ്ങുന്നതാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്നുള്ള തൊഴുതിങ്ങനെ ഇറങ്ങി അവസാനം പുറത്തിറങ്ങി തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ അമ്മ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് കമലേ എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവരാണ്. അപ്പോൾ കമലയുടെ മുഖത്ത് വലിയൊരു സന്തോഷമില്ല, എങ്കിലും എനിക്കൊന്ന് സംസാരിക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റ് മതി എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ആയിക്കോട്ടെ എന്നിങ്ങനെ കമല തലയാട്ടാണ്. എന്താ എന്നിങ്ങനെ ചോദിക്കണം. നമുക്ക് ഇവിടെ വേണ്ട, കുറച്ചൊന്ന് മാറി ഇന്ന് സംസാരിക്കുന്നത്. അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഞാൻ കമലയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിനെ ഒന്നും കിട്ടിയില്ല എന്നിങ്ങനെ പറയണം. അപ്പം നമ്മുടെ കമല ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മകൾ വേദനിക്കുമെന്ന് ഓർത്തിട്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവൾ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ഓരോ ദിവസവും അവൾ സന്തോഷിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ചിന്തയാണ് അവൾ വേദനിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ അവൾ അവളുടെ ഭർത്താവിനെ നന്നാക്കിക്കൊണ്ട് ആ വീട്ടിലുള്ളവരെ സ്നേഹിച്ച് നല്ല സന്തോഷത്തോടു കൂടിയാണ് അവൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സന്തോഷം അവൾക്ക് കിട്ടുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവളെ പറഞ്ഞു വിടുന്നത്? എനിക്ക് എങ്ങനെ കഴിയും അതിന് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അവളോടൊരു അകലം കാണിച്ചപ്പോൾ പോലും അവൾ കൂടുതൽ എന്നെ എൻ്റെ വീടിനെ സ്നേഹിക്കുകയാണ് ചെയ്തത്. ഒരാളെപ്പോലും അവൾ വെറുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതിനൊക്കെ ഒരു ഇതാക്കാൻ പറ്റുന്നത്? അപ്പോൾ കമലയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ, കമലയല്ല, പത്മ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആകെ പകച്ചു നിൽക്കുകയാണ്. ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ രംഗങ്ങളൊക്കെ നല്ല അടിപൊളി ഒരു രംഗമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നാളത്തെ ഇതിൽ നോക്കാം. നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നല്ല എപ്പിസോഡുകൾ കിട്ടുമെന്ന പ്രതീക്ഷയോടു കൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ കമൻറ്റുകളൊക്കെ അയക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതിരിക്കാൻ ആരും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, താങ്ക്